ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തണ്ണിമത്തം വെച്ചിട്ട് അഥവാ വത്തക്ക വെച്ചിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ വീട്ടിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐസിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പം നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു തണ്ണിമത്തനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം. എല്ലാവർക്കും ഇഷ്ടമാണല്ല ഈ ചൂട് സമയത്തൊക്കെ നല്ല കൂളായിട്ടുള്ള ഡ്രിങ്ക്സ് ആയാലും ഐസ് ആയാലും ഒക്കെ കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തണ്ണിമത്തം വെച്ചിട്ട് ഇതേപോലുള്ളൊരു ഐസ് റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വത്തക്ക ഐസ്ക്രീം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ നമ്മളേ ചക്രമത്ത വെച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. മക്കൾക്കൊക്കെ വെക്കേഷനല്ലേ, അതും പുറത്ത് നല്ല ചൂടും. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയവർക്കും അതേപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാണ് അന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തണ്ണിമത്തം വെച്ചിട്ട് നല്ലൊരു കിഡിലൻ ഐസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നല്ല അകത്തും പുറത്തൊക്കെ നല്ല ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ടൊക്കെ ഐസ്ക്രീം വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ വീട്ടിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചക്രമത്ത ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു ചക്രമത്തയിൽ അത്യാവശ്യം നല്ല വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഐറ്റാണല്ലോ നമ്മുടെ ഈ ഒരു ചക്രമത്ത. പിന്നെ നമുക്കിത് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അടിച്ചെടുത്ത ചക്രമത്ത ഞാനിതാ അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് പാൽപ്പൊടി, ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതിന് പകരം മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാല് പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർക്കണ്ട, പകുതി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത പാല് പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രീസ് ചെയ്തെടുത്ത പാലാട്ടോ. ഇത് ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിൻ്റെ മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഐസ് മോൾഡോ കുൾഫി മോൾഡോ കയ്യിലുണ്ടെങ്കിൽ ഇതെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പോസബിൾ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, പേപ്പർ ഗ്ലാസ്, അതിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്കല്ലേ ഇതേപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ഓരോ ഐറ്റമൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആട്ടോ. 150 രൂപ എന്തോണ്ട് പ്രൈസ് വരണുള്ളൂ. ഇതാ ഞാൻ ഇതേപോലെ എല്ലാത്തിലൊന്ന് ആക്കി വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഐസിൻ്റെ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെയുള്ള ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതേപോലത്തെ ഒരു കണ്ടില്ലേ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഐറ്റാട്ടോ. നമുക്കിത് കടകളിലൊക്കെ കേക്കായിട്ടും ജെല്ലി ആയിട്ടൊക്കെ വരുന്ന ഒരു ഐറ്റാണത്. ഇത് നമുക്ക് ഇതിലൊഴിച്ചിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് പകരം ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ പാക്ക് ചെയ്യും. ഞാനിതാ ഇത് നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ, ഈ രീതിയിലുണ്ട് നമുക്ക് വെച്ചെടുക്കാം. ഇനി ഞാനിതാ ഇതേപോലെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിലേക്കുള്ളതുള്ളൂ കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് കൊടുക്കാം, ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം നാളെ രാവിലെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്രമത്ത ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തതാട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് ഐസ് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ മീതക്ക് ഇതേപോലെ നമ്മുടെ ഐസ്ക്രീം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാലും മാത്രം മതി. അപ്പോൾ അതാ ഞാൻ കണ്ടില്ല, ഈ രീതിയിലെല്ലാം പോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ നൈസ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിച്ചിങ്ങനെ മാത്രം കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ആക്കിയെടുത്തില്ലേ, ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങ് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് പോന്നോളൂ. ഇതേപോലത്തെ മോൾഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബത്തക്ക ഐസ്ക്രീം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല ചൂടല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സമയത്തൊക്കെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നല്ല കൂളായിട്ടുള്ള ഡ്രിങ്ക്സ് ആയാലും അതേപോലെ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അപ്പോൾ മുതിർന്നവരായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു തണ്ണിമത്തനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി. അപ്പോൾ ഇതാ നമ്മുടെ ഒരു വത്തക്ക ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. കണ്ടില്ലേ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.